എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നൊത്തോലി മീനും കാന്താരിയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടില റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് നൊത്തോലി മീൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അടുത്തതിലേക്ക് വേണ്ടത് കുറച്ച് കാന്താരി മുളകാണ്. നമ്മൾ എരിവിനനുസരിച്ച് കാന്താരി മുളക് ചേർക്കാം. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ എത്രയാണ് എരിവ് വേണ്ടത് അതനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്ത നമുക്കിതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ചെറിയൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി അളവിൽ ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് കേട്ടോ. അപ്പം നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് തയ്യാറാക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ. ആ ഒരു കാന്താരി മുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ ഒരു മീനിന്. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അധികം അരഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അതിനുശേഷം നമുക്കിത് നൊത്തോലി മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന നൊത്തോലിയും കാന്താരി മുളകും ഇട്ട് വെച്ച പീരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അരപ്പെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം വെള്ളം ചേർക്കേണ്ട, നമുക്കിത് കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പുളിപ്പിനനുസരിച്ച് പുളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം കൂടി പോകല്ലേ, നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ ഒന്ന് തിളച്ച് കിട്ടുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ കാന്താരി മുളകിൻ്റെ കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. നമ്മൾ കടുകൊന്നും താളിച്ചെടുക്കുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അത് രണ്ടും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നൊത്തോലി മീൻ കാന്താരി മുളകിട്ട് പീര വറ്റിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നുമില്ലെങ്കിൽ ഈ ഒരൊറ്റ കറി മതി കേട്ടോ.